ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു തുടക്കം കുറിക്കുകയാണല്ലേ. അതായത് HSA ആണ് നമ്മുടെ ന്യൂ HST വിഭാഗത്തിലെ ആദ്യ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് HSA അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഡെപ്തായിട്ടുള്ള ഏറ്റവും ഡീപ്പായിട്ട് മലയാളത്തെ സമീപിക്കുന്ന ഒരു സിലബസ് ആണ് HSA മലയാളം എന്ന് പറയുന്നത്. HSSTക്ക് ഈക്വൽ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒഴിച്ചാൽ ബാക്കി HSA മലയാളവും അതായത് HST മലയാളവും HSST മലയാളവും സെയിം തന്നെ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ സെയിം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് നമ്മൾ ഇന്ന് സമീപിക്കുന്നത്. ഇനി എങ്ങനെ എന്ത് ചെയ്യണം, ഇന്ന് നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നില്ല, മൊഡ്യൂളുകളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മറിച്ച് നമ്മൾ HSA സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മുഖ്യ കാര്യം. ആദ്യം നമ്മൾ സിലബസ് അറിയണം, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളൊരു ഏകദേശ ധാരണ വേണം. അപ്പോൾ ആ ധാരണയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു പഠനക്രമത്തിലേക്ക് ഇന്ന് നമുക്ക് പോകാം. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ HSA എങ്ങനെ പഠിക്കണം, ആവശ്യത്തിന് സമയം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് കറക്റ്റിന് ടൈം കിട്ടും പഠിക്കാനും റിവിഷൻ ചെയ്യാനും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മലയാള സംബന്ധിയായ ടോപ്പിക്കുകൾ ഏറ്റവും ഭംഗിയായി ഹൃദിസ്ഥമാക്കാനും ഹൃദിസ്ഥമാക്കിയ കാര്യങ്ങൾ ഭംഗിയായി റിവിഷൻ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായകമായ തരത്തിലുള്ള ഒരു സമയക്രമം അനുവദിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളൊരു ഒരു ഒരു ചടിതി ഇല്ലേ, പെട്ടെന്നുള്ളൊരു പ്രയാണം അല്ല ഇത്. സമാധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഓരോ മൊഡ്യൂളുകളിലേക്കും ഏറ്റവും ഭംഗിയായി കടന്നു ചെന്ന് ഓരോ മൊഡ്യൂളുകളും ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കി സിലബസിൽ ഓരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ ക്ലാസ് നിർവഹിക്കാൻ സൈലം PSC അല്ലെങ്കിൽ സൈലം പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്ന ഒരു കുട്ടിക്ക് കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം ഈ മൊഡ്യൂളുകൾ എങ്ങനെ തുടങ്ങി എങ്ങനെ കടന്നുപോയി എങ്ങനെ പര്യവസാനിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു രൂപരേഖ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത് മുന്നോട്ട് ക്ലാസ്സിലേക്ക്. ഇനി ഓരോ ടോപ്പിക്കും വളരെ ഡീപ്പാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ എത്രത്തോളം ഡീപ്പായാലും ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത്, മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് ഡിഗ്രി പഠിച്ച് കൺസേൺ സബ്ജക്റ്റിൽ ഒന്നുകിൽ KTET 3 അല്ലെങ്കിൽ B.Ed ഉള്ളവരാണിപ്പോൾ നിലവിൽ അല്ലേ. B.Ed ഉള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനിയും PGയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഇന്നലെ മൻസൂർ സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സൈഡ് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യം തന്നെയാണ് 99% സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് പോകും. അപ്പോൾ മലയാളം പഠിച്ചവരാണ്, ബിരുദതലത്തിൽ മലയാളം എടുത്തു പഠിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ PGക്കാരിവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന കാര്യങ്ങൾ സിലബസ് ഒന്നും നമുക്ക് അന്യമല്ല. ഡിഗ്രി 1, 2, 3 വർഷം, അടുത്ത് PG ആണെങ്കിലും 2 വർഷം, B.Edന് മുൻപ് 1 വർഷമായിരുന്നു, പിന്നീട് അത് 2 വർഷമായിട്ട് മാറ്റി. എന്തായാലും ഈ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ് മലയാളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഒരു സയൻസ് സബ്ജക്റ്റ് പോലെയോ മറ്റൊരു വിഷയം പോലെയോ ഏറെ ബൗദ്ധിക നിലവാരത്തിലോട്ട് അല്ലെങ്കിൽ ബൗദ്ധികമായ ചിന്തകളിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. കാൽപ്പനിക അംശങ്ങൾ കൂടിയുണ്ട് അല്ലേ. ആധുനിക കവിത, കഥ, നോവലിലൊക്കെ ബൗദ്ധിക രീതിക്ക് അപ്പുറം കാൽപ്പനികമായ രീതിയിലേക്കും മസൃണമായ വികാര വിചാരങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ നമ്മുടെ ഡിഗ്രി അഥവാ ഗ്രാജുവേഷൻ കടന്നു വന്നിട്ടുള്ളത്. കോളേജിലെ ഏറ്റവും മനോഹരമായ ക്ലാസ്സുകൾ, ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രൊഫസേഴ്സ്, മലയാളം പ്രൊഫസേഴ്സിൻ്റെയൊക്കെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ പരിചിതമായ കോളേജ് അന്തരീക്ഷം, കഥ, കവിത ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ പറയില്ലേ കവിതകൾ പൂക്കുന്ന ഇടങ്ങൾ, കഥകൾ പൂക്കുന്ന ഇടങ്ങൾ,
മനോഹരമായ എഴുത്ത്, മനോഹരമായ ലൈബ്രറി, അങ്ങനെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലം ഏറ്റവും ആസ്വദിക്കുന്നത് ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം മറ്റുള്ളവർ മോശമൊന്നല്ല, നമ്മൾ കുറേ കൂടി ഫ്രീ ആയി, മനസ്സ് ഫ്രീ ആയി. അപ്പോൾ ആ ഒരു പഠനത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അല്ലേ. ക്ലാസ് നമുക്ക് സാധാരണയായിട്ടുള്ളൊരു യാന്ത്രികമായ സെമിനാറുകളോ അല്ലെങ്കിൽ യാന്ത്രികമായ അവതരണങ്ങൾ, പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ അങ്ങനൊന്നും എൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം മാറി. ഇനി എല്ലാ മൊഡ്യൂളുകളും അല്ലെങ്കിൽ എല്ലാ ഇയറിലും നമ്മൾ ഇങ്ങനെയാണോ ശീലിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഫോണറ്റിക്സിലേക്കൊക്കെ കടന്നു പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ സംസ്കൃത വ്യാകരണം, സംസ്കൃതമൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ പോലും നമ്മൾ ഓരോ രചയിതാക്കളെ, ഓരോ സാഹിത്യകാരന്മാരെയൊക്കെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച് അവരുടെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അല്ലേ, ആ ചങ്ങമ്പുഴയുടെ കവിതകളിലൂടെയൊക്കെ കാൽപ്പനികമായൊരു ലോകത്തേക്ക്, സൂര്യകാന്തിക്ക് സൂര്യനോടുള്ള പ്രണയം വൺ വേ ആണെന്നറിഞ്ഞപ്പോൾ തോന്നിയ വിഷമം, പിന്നെ കർണൻ്റെ ദുഃഖം, ഭീമൻ്റെ ദുഃഖം, മഹാഭാരതവും രാമായണവും ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്തേ ഊർമിള അവഗണിക്കപ്പെട്ടു തുടങ്ങിയതൊക്കെ നമ്മുടെ മനസ്സിലും ചോദ്യങ്ങളായി വന്നു. അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മളും ആ ഒരു യാത്രയിലായിരുന്നു. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. HSA മലയാളം എന്ന് പറയുന്നത് ഒരു വലിയ സിലബസ് ആണെങ്കിൽ കൂടി മറ്റൊരു മത്സര പരീക്ഷയെ സമീപിക്കുന്ന മനസ്സുകൊണ്ട് സമീപിക്കരുത്. ഏറ്റവും ഭംഗിയായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. ഇനി ആ കാര്യങ്ങളെ എങ്ങനെ ക്യാപ്സൂളായിട്ടൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണം, ABCD ഓപ്ഷനിലേക്ക് നമ്മൾ ഒതുക്കുകയാണ്. നമ്മളെ മനസ്സിൽ വിശാലമായ കടലുണ്ട് അല്ലേ. ആധുനിക കവിത, പ്രാചീന കവിത, നവോത്ഥാന കാലഘട്ടത്തിലെ കവിതകൾ, പിന്നെ ആധുനികതയും ഉത്തരാധുനികതയും ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്കെങ്കിലും നമ്മുടെ മനസ്സ് നിറച്ച് മലയാളവും സാഹിത്യവുമാണ്. പിന്നെ നമ്മളൊരു ജോലിക്കായിട്ടാണ് LDC, LPP അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നതെങ്കിലും ശരിക്കും നമ്മുടെ ടോപ്പിക്ക് കിടക്കുന്ന, നമ്മുടെ മനസ്സ് കിടക്കുന്ന അത്രയും നമ്മൾ പഠിച്ച സാഹിത്യങ്ങളിലും നമ്മൾ പഠിച്ച ആ മാതൃഭാഷാ പഠനത്തിലും കോളേജ് അനുഭവങ്ങളിലേക്കൊക്കെ ഒരു മടങ്ങിപ്പോക്കെന്നേ ഞാൻ പറയൂ. മടങ്ങിപ്പോകുമ്പോൾ ആത്മാർത്ഥമായിട്ടൊന്ന് മടങ്ങിപ്പോകൂ. ആ തിരിച്ചുവരവിൽ നിങ്ങൾ ഒരു ഹൈസ്കൂൾ അധ്യാപികയായിട്ട് തന്നെ തിരിച്ചു വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് സ്ക്രീൻ വിസിബിലിറ്റി പെട്ടെന്ന് പോയി. അപ്പോൾ ഒന്ന് ലക്ഷ്മി ഉണ്ടല്ലോ ഇപ്പം ലൈവിൽ. അപ്പം ലക്ഷ്മി ഒരു കാര്യം ചെയ്യണേ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണേ. സ്ക്രീൻ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ. എനിക്കിവിടെ നിന്ന് സ്ക്രീനിൻ്റെ ഒരു വിസിബിലിറ്റി പോയി, പക്ഷേ അവിടെ കാണാൻ പറ്റുന്നില്ല. ഒന്ന് സ്ക്രീൻ ബ്ലാങ്ക് ആണോ? കാണുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ അത്തരത്തിലായിരിക്കണം നമ്മളെ പഠനം. സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കണം. കാര്യം നമ്മൾ പോകാൻ പോകുന്നത് ഹൈസ്കൂൾ അധ്യാപകരായിട്ടാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ഓപ്ഷൻ, അത് മീൻസ് ഒരു ഫോർമുല, പിന്നെ ഒരു ഇക്വേഷൻ, ഇതൊന്നും വെച്ചിട്ടല്ല നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപകനായിട്ട് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ പഠിച്ച വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാക്സിമം അറിവ് സമ്പാദിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്കൂളിലേക്ക് പോകാൻ. കാരണം ഹൈസ്കൂൾ കുട്ടികളാണ് ഏറ്റവും ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളാണ്. കാരണം അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിവുണ്ട്. ഇപ്പോൾ പഴയ LP UP ഒന്നുമല്ല. ആ UP കാലഘട്ടം മുഴുവനും കഴിഞ്ഞ് അവർ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല അറിവ്, അത് രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും അതിൻ്റെ ഉപകഥകളിലാണെങ്കിലും ആധുനിക കവിതകളിലും കഥകളിലും നോവലുകളിലും നിരൂപണത്തിലും എന്ന് വേണ്ട ഏകദേശം എല്ലാം ജ്ഞാനമുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരാ. നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു HSA പഠനത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷ അധ്യാപകരായിട്ടാണ് നമ്മൾ പോകുന്നത്. ഭാഷാ അധ്യാപകരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലാണ് നിങ്ങളുടെ മൊഡ്യൂൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രാചീന സാഹിത്യം എന്തു പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ കാര്യത്തിന് ഉപരിയായി മലയാള സാഹിത്യ ശാഖയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റം അറിഞ്ഞ് അതിൻ്റെ പൾസ് ഒപ്പിയെടുത്തൊരു സിലബസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് PSCയുടെ സിലബസ് നമുക്ക് തന്നിരിക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ല. കാരണം ഭാഷാധ്യാപകരായി പോകുന്നവർ മാക്സിമം മലയാള ഭാഷാ സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുന്നവർ കൂടി ആയിരിക്കണം അല്ലേ. ഒരു പുതിയ
സാഹിത്യകാരിയും ഒരു പുതിയ സാഹിത്യകാരനും ഒക്കെ സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവരിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ അറിയണം. കഥയിലും കവിതയിലും കാൽപ്പനിക അംശം മാത്രമല്ല, ദളിത് സാഹിത്യം അല്ലേ, ഒരു വർഗം നമുക്കറിയാം, അവർണരും സവർണരും എന്ന് മാറ്റി നിർത്തപ്പെട്ട കാലഘട്ടത്തിനിപ്പുറം ദളിത് സാഹിത്യമൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട്. അവരുടെ പ്രതിനിധികളായി നിന്ന് എഴുതുന്നവരാണ് വടുതലയും കെ കൊച്ചും ഒക്കെ. അപ്പോൾ അവരുടെ രചനകളിലൂടെ ആ രചനകളിൽ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയും ഒരു സാഹിത്യമുണ്ടോ, ദളിത് സാഹിത്യം അല്ലേ. എന്തിനാണ് അങ്ങനെ വേർതിരിക്കുന്നത് സാഹിത്യത്തിന്, ദളിതെന്നും അല്ലാത്തതെന്നും ഒക്കെ. അപ്പോൾ ദളിത് സാഹിത്യം എന്ന് വേർതിരിക്കുന്നത് ആ ഒരു വിഭാഗത്തിൻ്റെ ഇരുണ്ട കാലഘട്ടങ്ങളും ഇന്നും നേരിടുന്ന അവഗണനകളും ഒക്കെയാണ്. ഇനി ദളിത് സാഹിത്യം എഴുതിയത് ദളിതന്മാർ മാത്രമാണോ? അല്ല, സവർണരും എഴുതിയിട്ടുണ്ട്. വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് ദളിത് സാഹിത്യം, തകഴി എഴുതിയിട്ടുണ്ട് ദളിത് സാഹിത്യം. അപ്പോൾ നമ്മൾ തോട്ടിയുടെ മകനൊക്കെ പക്കാ ദളിത് സാഹിത്യ കൃതികളാണ്, നമ്മൾ വായിച്ചു പോയി എന്നേ ഉള്ളൂ. അതിൽ പരാമർശിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം, അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, സമകാലികമായ സമൂഹത്തിൽ ജീവിക്കുന്നെങ്കിൽ കൂടി അവർ എന്നും തിരസ്കരിക്കപ്പെട്ടവരാകുന്നത് എന്തുകൊണ്ട് തുടങ്ങി ഒരു സാഹിത്യ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട അവശ്യം കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിലുണ്ട്. സ്ത്രീപക്ഷ രചനകൾ അല്ലേ. അപ്പോൾ നമ്മൾ പറയും, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയൊക്കെ വന്ന് 40-45 വർഷങ്ങൾ കഴിഞ്ഞു, ഇനിയും ദളിത് സാഹിത്യത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. ദളിത് സാഹിത്യത്തിന് ഇനിയും സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ മരണങ്ങൾ നടക്കുന്നത്, ആത്മഹത്യകൾ നടക്കുന്നത്, പൊതുധാരയിൽ സ്ത്രീക്ക് ഇന്നും പ്രവേശനം നിഷേധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും നമുക്ക് ചില തിരിച്ചറിവുകളാണ്. നമ്മുടെ സിലബസിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. സുഗതകുമാരി പെൺകുഞ്ഞ് 90 എന്ന കവിത എഴുതി ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഇന്നും പെൺകുട്ടി അവഗണന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഗീതാ ഹിരണ്യനെ പോലെ, ഗ്രേസിയെ പോലെ സ്ത്രീപക്ഷ ചിന്തകളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള രചനകൾ ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കണം. നമ്മളെ ചോദ്യങ്ങളൊക്കെ ആ ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ സാറാ ജോസഫ് ആണെങ്കിലും വിജയലക്ഷ്മി ടീച്ചറാണെങ്കിലും ഇവരുടെയൊക്കെ രചനകളിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഒരു സിലബസ് എന്ന് പറഞ്ഞ് ഒതുക്കിയിരിക്കുന്നതിനപ്പുറം വിശാലമായ വായന, വിശാലമായ ആശയ സംവേദനം നമ്മളിൽ തന്നെ ഉടലെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഒരു ക്യാപ്സൂളിലേക്ക് ഞാൻ ഒതുക്കപ്പെടുമെന്ന് പറഞ്ഞത് MCQ ഫാക്ടർ മാത്രമാണ്. ബാക്കിയെല്ലാം ജയദേവിക, അതേ ലക്ഷ്മി, ഇങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത്രയൊക്കെ സാഹിത്യ ഇത്രയും മേഖലകളുണ്ടോ. പരിസ്ഥിതി അല്ലേ, ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സമയത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. നമ്മുടെ ചുറ്റിനും നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീണോ അല്ലേ, മണ്ണിനടിയിലേക്ക് പെട്ടുപോയി, എന്തുകൊണ്ട് പ്രകൃതി ഇങ്ങനെ ആകുന്നു. അപ്പോൾ പരിസ്ഥിതിയിൽ ഊന്നി നിൽക്കുന്ന കൃതികൾ, ആ പരിസ്ഥിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം മാത്രമല്ല, ഇവിടെ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ധാരാളം കവിതകൾ അല്ലേ. അത് ചിലപ്പോൾ തുടങ്ങി വയ്ക്കുന്നത് കുറ്റിപ്പുറം പാലത്തിലായിരിക്കാം. ആദ്യ പരിസ്ഥിതി കവിത എന്ന ബഹുമതി മലയാളത്തിൽ കുറ്റിപ്പുറം പാലത്തിനാണ്. അപ്പോൾ കുറ്റിപ്പുറം പാലത്തിൽ തുടങ്ങി ഇന്നും അതിന് മാറ്റമുണ്ടോ? അങ്ങനെയൊക്കെ കവികൾ കാലാനുവർത്തികളാണ്. എത്ര കാലം കഴിഞ്ഞാലും അവർ പറയുന്നതിന് കാലിക പ്രസക്തി വരും. അപ്പോൾ അതും ഒരു മേഖലയാണ് നമ്മുടെ സിലബസിൽ. അത്തരത്തിൽ സിലബസ് എന്ന് പറയുമ്പോൾ മനുഷ്യന് ചുറ്റുമുള്ള കാര്യങ്ങളെ ഊന്നി നിന്നുകൊണ്ടുള്ള സിലബസാണ്. ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും ഭംഗിയായി തന്നെ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കണം. ഒപ്പം ഏറ്റവും എന്താ പറയുക, നിറഞ്ഞ ഒരു അധ്യാപികയായിട്ട്, നിറഞ്ഞ ഒരു അധ്യാപകനായിട്ട് നല്ലൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് നമുക്ക് അധ്യാപകരായി കടന്നു പോകാൻ തക്ക പ്രാപ്തിയും കൂടി ഈ സിലബസ് കഴിയുമ്പം ഉണ്ടാവട്ടെ. ഏത് ചോദ്യം ചോദിച്ചാലും എല്ലാം പറയാൻ നമ്മൾ ഗൂഗിൾ അല്ലേ, ചോദിക്കുന്നത് എന്തും വിളിച്ചു പറയാൻ നമ്മൾ ഗൂഗിളൊന്നും അല്ല, വിക്കിപീഡിയ അല്ല. അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന അത്രയും നമ്മൾ ആർജിക്കുക. നമ്മുടെ മാതൃഭാഷ അധ്യാപകരെന്നുള്ള നിലയിൽ മാക്സിമം ആർജിച്ചെടുത്തിട്ട് കുട്ടികളിലേക്ക് കൊണ്ടുപോയി അത് സംവേദനം ചെയ്ത് മാതൃഭാഷയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും എല്ലാം നമുക്ക് കഴിയട്ടെ. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. ഈശ്വരാനുഗ്രഹം, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്, പിന്നെ ആസ്തിക ചിന്തയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈശ്വരാനുഗ്രഹം കൂടി ഈ ഒരു കാലഘട്ടത്തെ, നമ്മുടെ ഈ ഒരു വർഷത്തെ ഈ യാത്ര, വെറും യാത്രയെന്ന് ഞാൻ പറയുന്നില്ല, ജൈത്രയാത്ര തന്നെ ആകട്ടെ, വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാകട്ടെ. അപ്പോൾ ഈ ഒരു ജൈത്രയാത്രയിൽ ഉടനീളം ഒരു വിഘ്നങ്ങളും വരാതെ നമ്മുടെ പഠനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും ഓരോ മൊഡ്യൂളുകളും ഏറ്റവും ഭംഗിയായി ക്ലാസ്സിൽ നമുക്കത് പഠിക്കാനും, ചർച്ചകളാണ് ഇവിടെ ആവശ്യം. ഇവിടെ വെറുതെ പഠിപ്പിക്കൽ. ഞാനും നിങ്ങളെപ്പോലെ ഒരു ബിരുദം കഴിഞ്ഞ് അതിലൊരു ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് B.Ed എടുത്തു, ഒപ്പം നെറ്റ് പരീക്ഷ പാസ്സായി എന്നതിനപ്പുറം എനിക്ക് അധികമായ പൊൻതൂവലുകളൊന്നുമില്ല. അപ്പം നിങ്ങൾ
ഞാനും തമ്മിലുള്ളൊരു ചർച്ചയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ. ഇപ്പം ഞാനിപ്പം വിജയലക്ഷ്മി ടീച്ചറിനെ കുറിച്ചും ഗ്രേസിയെക്കുറിച്ചും സാറാ ജോസഫിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ജയദേവികയെക്കുറിച്ച് പറഞ്ഞു. ഇത്തരത്തിൽ ആശയങ്ങളുടെ ഒരു എന്താ പറയുക, ആശയങ്ങളുടെ ഒരു സംവേദനത്തിലൂടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആകട്ടെ, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആകട്ടെ നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം കാരണം ഇവിടെ അങ്ങോട്ട് പറയുന്നു, കേൾക്കുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു, അതിനപ്പുറം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും മാക്സിമം പോയിന്റുകൾ കളക്ട് ചെയ്ത് അത് ചോദ്യമായിട്ട് തന്നെ വരട്ടെ, നമ്മുടെ മുന്നിൽ ഏറ്റവും മികച്ച റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാനും ആകട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ഈ ഒരു ജൈത്ര യാത്ര അവസാനം കൊണ്ടെത്തിച്ച് നമ്മുടെ നോട്ടിഫിക്കേഷനും വന്ന് നമ്മൾ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു യാത്രയിൽ പങ്കുചേരാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി വരട്ടെ. നമ്മുടെ ക്ലാസ് അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകണം. ഞാൻ മാത്രമല്ല, ഈ ജൈത്രയാത്രയിൽ നിങ്ങൾക്കൊരു മാഷ് കൂടിയുണ്ട്, വിഷ്ണു മാഷാണ്. വിഷ്ണു മാഷിന് മൊഡ്യൂള് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണു മാഷും ഈ യാത്രയിൽ നമ്മുടെ ഭാഗഭാക്കാണ്. അപ്പം ഞാനും വിഷ്ണു മാഷും നിങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ യാത്രയാകട്ടെ. ഓക്കെ, നമുക്കൊന്ന് തീർച്ചയായിട്ടും ലക്ഷ്മി കൂടെ തന്നെ ഉണ്ടാവും. ഒരു റാങ്കൊക്കെ വന്ന് നിങ്ങൾ സ്കൂളിൽ കയറുന്നവരെയും നമ്മൾ രണ്ടുപേരും, ഞാനും വിഷ്ണു മാഷ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഈ ഒരു മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10-15 ദിവസം കുറച്ചൊരു സാറിന് എന്തോ ഒരു അസൗകര്യമുള്ളതുകൊണ്ട് മാറി നിൽക്കുന്നു. അത് കഴിഞ്ഞ് സാറ് കൂടി വന്ന് ഇതിൻ്റെ പാർട്ടായിക്കോളും. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം ഈ നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നുമാണ് നമ്മുടെ സിലബസ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ പല ഉദ്യോഗാർത്ഥികൾക്കും ചെറിയൊരു സംശയം ഉണ്ടാവും. ഇൻ കേസ് പാർട്ട് എയുടെ ക്ലാസ്സും കൂടി സൈലം തരുമോ? തീർച്ചയായിട്ടും പാർട്ട് എയുടെ സിലബസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ, നവോത്ഥാനവും സ്വാതന്ത്ര്യ ഭാരതവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് പ്രസ്ഥാനവും എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും മൊഡ്യൂൾ 1-ലൂടെ. മൊഡ്യൂൾ 2-വിൽ വരുമ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ ആണ്. ഇപ്പം LD പോലുള്ള പരീക്ഷ, UP പരീക്ഷയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അത് ഓൾറെഡി അവർ സെറ്റാണെങ്കിൽ കൂടി പുതിയ ഒരു ബാച്ച് എന്നുള്ള നിലയ്ക്ക് തന്നെ GK ആൻഡ് കറണ്ട് അഫെയർ ഏറ്റവും ഭംഗിയുള്ള ക്ലാസ് എന്ന് തന്നെ ഞാൻ പറയും. ഭംഗിയുള്ള ക്ലാസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. മെത്തഡോളജിയാണ് അടുത്ത ടീച്ചിങ് സബ്ജക്റ്റിൻ്റെ മെത്തഡോളജിക്കൽ പാർട്ടാണ്. അതും നിങ്ങൾക്ക് ക്ലാസ് ലഭ്യമാണ്. അതായത് പാർട്ട് എയിലെ 3 മൊഡ്യൂളുകളുടെ ക്ലാസ്, അതിൻ്റെ എക്സാംസ് ഒക്കെ ലഭ്യമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ മലയാളം പാർട്ട് ബി എന്ന സെക്ഷനിലാണ്. അപ്പോൾ എ പാർട്ട് ക്ലാസ് കോമൺ ആകും, കാരണം എല്ലാവർക്കും അത് കോമൺ തന്നെയാണ്. പിന്നെയാണ് നമ്മുടെ പാർട്ട് ബിയിലേക്ക് വരുമ്പം നമ്മുടെ കൺസേൺ സബ്ജക്റ്റിലേക്ക് വരുന്നത്. അതിൽ 1-ാമത്തെ മൊഡ്യൂളിൽ മലയാള കവിത എന്ന മൊഡ്യൂളാണ് ആദ്യം നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ ഗ്രാമറാണ് പേടി. വിസ്മയെ ഗ്രാമറൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഈ ഗ്രാമർ തന്നെ നമ്മൾ നാമം, ക്രിയ, തഥിതം, ഭേദകം എന്ന് പറഞ്ഞ് ഒരു LPക്കോ UPക്കോ പഠിക്കുന്ന ഒരു നിലവാരത്തിൽ പോരാ. ഗ്രാമർ വളരെ ഡീപ്പായിട്ട് അതായത് കേരള പാണിനീയത്തിൽ എന്തു പറഞ്ഞു എന്നും പിന്നെ ഓരോന്നിൽ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ ലീലാതിലകമായാലും അതുപോലെ പാണിനീയത്തിലായാലും ഓരോരുത്തരുടെ വ്യാകരണത്തിന് ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഉൾപ്പെടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ അർത്ഥം പേടിക്കല്ല വിസ്മയ, ഈ ഒരു അറിവ് ആർജിക്കാതെ സ്കൂളിലേക്ക് പോകുന്ന കാര്യത്തിലാണ് പേടിക്കേണ്ടത്. കാരണം എന്തെന്നറിയാമോ വിസ്മയം എന്നാലോചിച്ചാൽ, നമ്മൾ ഈ അറിവ് ആർജിക്കുമ്പം പേടി മാറണം. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടി ഉറപ്പായിട്ട് വിസ്മയ ചോദിക്കും. അപ്പം എല്ലാം എടുക്കും, സൈക്കോളജി എടുക്കും. സൈക്കോളജി പാർട്ടൊക്കെ കമ്പൽസറി നിങ്ങൾക്ക് എടുത്തിരിക്കുക എന്നുള്ളതാണ്. സൈക്കോളജി പാർട്ട് വരുന്നതല്ലേ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ആ മെത്തഡോളജി പാർട്ട്, സൈക്കോളജി എല്ലാം പക്ക നിങ്ങൾക്ക് എടുത്ത് സെറ്റാക്കിയേ വിടുകയുള്ളൂ, പേടിക്കേണ്ട. അത് കോമണുമാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് എടുത്തേ തരുള്ളൂ. ആ ഒരു പാർട്ട് പാർട്ട് എല്ലാവർക്കും കമ്പൽസറി പഠിപ്പിച്ച് തീർത്തിരിക്കും. അപ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം, പേടിക്കേണ്ടത് സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റ് കടന്ന് അങ്ങോട്ട് കയറുമ്പോഴാണ്, ഇത് സെറ്റല്ലെങ്കിൽ. അപ്പോൾ അത് പഠിക്കാനുള്ള ഏക മാർഗ്ഗം ഇവിടെ പഠിക്കാൻ പറ്റും. ഇവിടെ പഠിച്ചിട്ടേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. പരീക്ഷ എഴുതിയാലേ നമ്മൾ റാങ്കിൽ വരൂ. റാങ്കിൽ വന്നാൽ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് പേടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ചില്ലെങ്കിൽ പിള്ളേർ വാലുമുറിയും, പിള്ളേരെടുത്തിട്ട് കുടയോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഏറ്റവും മികച്ച ടീച്ചറായിട്ട് ക്ലാസ് നിൽക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കിയേ വിടുകയുള്ളൂ. അപ്പോൾ
മലയാള കവിതയിൽ പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ കവിത വരെ നമ്മൾ അറിയണം. കവിതയിലെ പ്രമേയം നമ്മൾ അറിയണം. എന്ത് ചിന്താധാരയാണ് ആ കവിതയ്ക്കകത്തൂടെ ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ സമകാലിക കവിത എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സമകാലികം എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ എന്നാണ് അർത്ഥം. നമ്മൾ വിചാരിക്കും സമകാലിക കവിത എന്ന് പറയുമ്പോൾ ഇത്ര മതി, അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പ് വരെ മതിയായിരിക്കും, അല്ലെങ്കിൽ കടമ്മനിട്ട വരെ മതിയായിരിക്കും, ഡി വിനയചന്ദ്രൻ വരെ മതിയായിരിക്കും. അല്ല, പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ഇറങ്ങിയ കവിത വരെയും നമുക്ക് വേണം എന്നുള്ളതാണ്. കാരണം അത് ഏറ്റവും പുതിയ കവിതാ ലോകത്തെ വിശേഷങ്ങൾ കൂടി നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലായിരിക്കണം. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് പാട്ടുപ്രസ്ഥാനം. ആസ് യൂഷ്വൽ നമ്മുടെ ഡിഗ്രി ബാച്ച് BA ഫസ്റ്റ് ഇയർ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ പഠിച്ചതുപോലെ പാട്ടുപ്രസ്ഥാനം, അതിൻ്റെ ലക്ഷണം, അതിൽ തന്നെ പ്രശസ്തമായ കൃതികളെന്ന് ഏറ്റവും പ്രസക്തമായ കൃതികളെന്നൊക്കെ പറയുന്ന രാമചരിതം, തിരുനിഴൽമാല, നിരണം കവികളിലേക്ക് ഒക്കെ വന്നുകൊണ്ടുള്ള ഒരു പഠനക്രമമാണ്. അത് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുകയും വേണം. നമ്മൾ വിചാരിക്കും പാട്ടുപ്രസ്ഥാനം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, ലീലാതിലകത്തിൽ എന്ന ഏത് പാർട്ടിലാണ് പാട്ടിനെക്കുറിച്ച് പരാമർശിക്കുന്നത്, തീർന്നു എന്ന് വിചാരിക്കും. അല്ല, നമ്മുടെ പാട്ട് സാഹിത്യം കണ്ടെടുത്തിട്ട് ഓരോരുത്തർ എന്തോ പറഞ്ഞു. ഇനി രാമചരിതത്തിലേക്ക് വരുമ്പം അത് ചീരാമനാണോ എന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല, അല്ലേ? ചീരാമനാൽ വിരചിതമായ കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഉറപ്പില്ല. അങ്ങനെ രാമചരിതമാണ് ചീരാമൻ രചിച്ചത്, ചീരാമനാണ് രാമചരിതം രചിച്ചത് എന്നുള്ളത് ഒരു വിശ്വാസമാണ്. അതിന് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന സാഹിത്യ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ ചോദിക്കും. P. ഗോവിന്ദപിള്ള എന്തു പറഞ്ഞു, ഇളംകുളം എന്തു പറഞ്ഞു, പിന്നെ ആറ്റൂർ കൃഷ്ണപിഷാരടി എന്തു പറഞ്ഞു, ഡോക്ടർ KM ജോർജ് എന്തു പറഞ്ഞു, തുടങ്ങി ഓരോരുത്തർ പറഞ്ഞതിലേക്ക് കൂടി ക്വസ്റ്റ്യൻ ചെന്നെത്തുക എന്നുള്ളതാണ്. ഇനി തിരുനിഴൽമാലയിലേക്ക് വരുമ്പോൾ അതൊരു പാട്ടുകൃതിയാണ് എന്ന് മാത്രമല്ല, അതിലോരോടത്തുമുള്ള പരാമർശം 4 വരികൾ തന്നിട്ട് തിരുനിഴൽമാലയിലേതാണോ ആൻസർ തിരുനിഴൽമാലയായിരിക്കും, ഏത് പാട്ടുകൃതിയിലേതാണ്. അപ്പോൾ തിരുനിഴൽമാലയിലെ ഓരോ ലൈനുകളിലേക്കൊന്ന് കടന്നു പോകേണ്ടതുകൊണ്ട് കടന്നു പോയിട്ട് അതിൻ്റെ എന്തിൻ്റെയൊക്കെ പരാമർശങ്ങളുണ്ട് തിരുനിഴൽമാലയിൽ തുടങ്ങിയ കാര്യം. അതാണ് പറഞ്ഞ് ഡീപ്പ് നമ്മൾ മൊഡ്യൂളിൽ ഇങ്ങനെ പറഞ്ഞു പോകും. പാട്ടുപ്രസ്ഥാനം ഇതെനിക്കറിയാം, ലക്ഷണമില്ല ഇതറിയാം, രാമചരിതമൊക്കെ ഓൾറെഡി സെറ്റ്, അങ്ങനെ പറയാനാവില്ല. അതിൽ ഓരോ ഇടങ്ങളിൽ വരികൾക്കിടയിലൂടെ വായിച്ച് പഠിച്ചു പോകേണ്ടതുണ്ട്. അതിനുള്ള സമയമുണ്ട്, ഭംഗിയായി പഠിച്ചു പോകാനുള്ള സമയമുണ്ട്. നിരണം കൃതികളിലേക്ക് വരുമ്പോൾ നമ്മൾ നിരണത്ത് രാമപണിക്കർ, ശങ്കരപണിക്കർ, മാധവ പണിക്കർ അവരുടെ കൃതികൾ, അതല്ല നിരണം കവികൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്തായിരുന്നു, നിരണം കവികളുടെ കവിതാ രീതിയുടെ പ്രത്യേകത എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിരണം കവികളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഡീപ്പായിട്ടും പഠിക്കണം. ഇനി ഈ പാട്ടിലേക്ക് വരുമ്പം പാട്ടിൻ്റെ തന്നെ നാടോടി സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണ് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും, അല്ലേ? കൊയ്ത്തുപാട്ടായാലും കൃഷിപ്പാട്ടായാലും അങ്ങനെ വരുന്ന ഒരു വിഭാഗം. ഇനി അംഗം കുറിക്കലിനെ കുറിച്ചും മാമാങ്ക വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വേറൊരു വിഭാഗം. ഇവ രണ്ടിലുമുള്ള പശ്ചാത്തലവും പ്രമേയവും രണ്ടും രണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള തെക്കൻ പാട്ടുകളുടെയും വടക്കൻ പാട്ടുകളുടെയും പ്രത്യേകത സാഹിത്യ ചരിത്രങ്ങൾ കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി, നമ്മൾ തന്നെ റെഫറൻസ് ടെക്സ്റ്റ് തരും, എന്തൊക്കെ എടുത്തു വായിക്കണം, ആരുടെയൊക്കെ കൃതികൾ ഓഡിയോ നിങ്ങളൊന്ന് വായിക്കണം. അതാണ് പറഞ്ഞ വിശാലമായ ഒരു വായന. HSA മലയാളം അധ്യാപികയ്ക്കുള്ളൊരു പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസർച്ച് സ്റ്റുഡൻറ്റിൻ്റെ അത്രയും അലർട്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അടുത്തുള്ള ഒരു ലൈബ്രറിയിലേക്ക് പോയി അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ അതിലേക്ക് ഏറ്റവും നന്നായി ശ്രദ്ധ ഊന്നണം. അപ്പം വിചാരിക്കും എനിക്ക് LD പഠിക്കാനുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും HSAക്ക് സമയമുണ്ട്. LDക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് സെപ്റ്റംബറോടുകൂടി നമ്മുടെ LDയും ധൃതിയുള്ള പരീക്ഷയൊക്കെ സമാപിച്ചിട്ട് മതി. അതുവരെ ഈ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. അത് നിങ്ങൾക്ക് അധിക പ്രയോജനം ചെയ്യും നിങ്ങളുടെ LDക്ക് കൂടി. കാരണം LD പരീക്ഷകളിലൊക്കെ ഇപ്പോൾ പ്രാചീന സാഹിത്യത്തിൽ നിന്നോടുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് വിശാലമായൊരു ഓരോ മൊഡ്യൂളിന് അനുബന്ധമായി ആരുടെ കൃതികൾ വായിക്കണം എന്നുള്ള ഒരു റെഫറൻസ് ടെക്സ്റ്റ് കൂടി നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൂടി ഒന്ന് വായിച്ച് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്ത് പിന്നെ അതും നമുക്കൊരു സൈഡിലൂടെ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ഇതിൽ എഴുതുന്ന പകുതി പേര് LD ഉള്ളവരായിരിക്കും. അതൊന്ന് കഴിഞ്ഞിട്ട് മതി, LDയുടെ ധൃതി കഴിഞ്ഞിട്ട് മതി നമുക്ക് അധിക വായന.
മണിപ്രവാള പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ലക്ഷണങ്ങളോടൊപ്പം പ്രാചീന ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, മധ്യകാല ചമ്പുക്കൾ, ഇനി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചമ്പുവിൽ വന്ന മാറ്റങ്ങൾ, അവയെക്കുറിച്ച് പിന്നെ ഒരു കമ്പാരിസനും വേണ്ടി വരും. പാട്ടുകൃതികളും അതുപോലെ മണിപ്രവാള കൃതികളും മണിപ്രവാള കൃതികൾ രചിക്കാനുണ്ടായ സാഹചര്യം തുടങ്ങിയവയൊക്കെയും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരും. ഓരോ കൃതികളെക്കുറിച്ച് നമ്മളൊന്ന് ഉണ്ണിനീലി ചരിതം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തിലേക്ക് കൂടി പോകേണ്ടി വരും. ഇപ്പോൾ തുലുക്ക കാശിനെ കുറിച്ച് ഒക്കെ പരാമർശിക്കുന്ന കൃതികളുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാമർശമുള്ള കൃതികൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടി നോക്കി എടുത്ത് പഠിക്കേണ്ടതാണ് ആ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട്. തേർഡിലേക്ക് ഗാഥ, കൃഷ്ണഗാഥയുടെ ഒരു വലിയൊരു അപഗ്രഥനം വേണ്ടി വരും. കിളിപ്പാട്ട്, അതുപോലെ കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട്, അങ്ങനെ സാഹിത്യശാഖയുടെ ഓരോ മേഖലകളിലേക്കും പോകും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാൽപ്പനിക പൂർവ്വഘട്ടത്തിലേക്കാണ്. അവിടെ കൊടുങ്ങല്ലൂർ കളരി, വെൺമണി കവിതകൾ, കേരളവർമ്മ പ്രസ്ഥാനം, മഹാകാവ്യങ്ങൾ എന്നിവയിലേക്ക് കടന്നു പോകുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ ഡിഗ്രി PG ക്ലാസ്സുകളിലേക്കൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അവയെ പോയിന്റുകളാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം വിശാലമായൊരു BA MA ക്ലാസ് അല്ല. പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെ പിക്ക് ചെയ്തെടുത്ത് അതിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു BA ക്ലാസ്സിൽ MA ക്ലാസ്സിൽ സുഖമായിട്ട് അങ്ങ് പഠിക്കാം. കാരണം നമ്മൾ essay ആണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതിൽ നിന്നുള്ള പോയിന്റ് ക്യാപ്സൂളാക്കണം. നമുക്ക് കണ്ടൻറ്റ് മുഴുവന് ഹൃദയസ്ഥമാക്കിയിട്ട് ക്യാപ്സൂൾ പരുവത്തിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കുന്നതിലൂടെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു LDയോ ഒരു LPയോ ഒക്കെ എഴുതുന്ന പോലെ കുറേ ആശയങ്ങൾ പോരാ. അതുകൊണ്ടാണ് വിശാലമായ പഠനത്തോടൊപ്പം അത് ക്യാപ്സൂളായിട്ട് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ കൂടി ഒരു പഠനക്രമം മാറ്റണം. അത് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും പിന്നെ എല്ലാം ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. സമയമുണ്ട്. ഒരു ഹറിബറി സിറ്റുവേഷൻ ഇതിനകത്തില്ല. പല ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഒരു വർഷം പഠിക്കാനുള്ള കണ്ടൻറ്റ് വെറും 2-3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ തീർക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആ ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. നമുക്ക് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഏറ്റവും ചിട്ടപ്പെടുത്തി ഒന്ന് പഠിച്ചു പോകാനും ഓരോ കണ്ടൻറ്റ് പഠിച്ചിട്ട് അതിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അത് പരാമർശിച്ചിട്ടുണ്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ മലയാള കവിത, പ്രാചീന കവിത, സമകാലിക കവിത വരെ എന്നുള്ളതിൽ നിന്നുകൊണ്ട് എന്ത് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. പാർട്ട് ടൈം HS ഇപ്പോൾ ലേറ്റസ്റ്റ് കഴിഞ്ഞു. അതിൽ ഈ പഠിച്ച മൊഡ്യൂളിലെ ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു എന്നുള്ളൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനൊന്ന് ഓർഡറാക്കുന്നത്. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല അല്ലേ, എന്ത് വന്നു എന്നുള്ളതാണ്, എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ ആൻസർ നമ്മൾ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പോക്കായിരിക്കും നമുക്കുള്ളത്. അല്ലാതെ കുറേ അങ്ങ് പഠിച്ച് 10-35 ക്ലാസ് അങ്ങ് തന്നിട്ട് പിന്നെ ഒരു 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ HS പാർട്ട് ടൈം HS ഒക്കെ നല്ല ടഫായിരുന്നു മലയാളം. പക്ഷേ എനിക്ക് തോന്നുന്നു 1-2 വർഷം എടുത്ത് ഏറ്റവും പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് ഏറ്റവും എളുപ്പമാകാനുമുള്ള ചാൻസ് ഉള്ളൊരു പരീക്ഷയായിരുന്നു അത്. അത്തരത്തിൽ ഓരോന്നും അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ കാൽപ്പനിക പൂർവ്വഘട്ടം, അങ്ങനെ ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് എന്ത് ചോദ്യം വന്നു. ഇനി HSCയുടെ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ പോരാ. HSSTയുടെ മലയാളം പരീക്ഷയ്ക്ക് എന്താണ് ചോദിച്ചത്. എപ്പോഴും ഒരു പരീക്ഷ, ഒരു ടീച്ചിങ് എക്സാം വരുമ്പോഴത്തേക്ക് വരുന്നത് അത് ഓരോന്നും LPയുടെ UPയുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് HSA ലെവലായിരുന്നു. HSCയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് HSST ലെവലാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഗാഥയും കിളിപ്പാട്ടും കീർത്തനവും വഞ്ചിപ്പാട്ടും എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ചു പോകുമ്പോൾ ഇതിൽ നിന്നുകൊണ്ട് എന്തായിരിക്കും HSSTക്ക് ചോദിച്ചത്. HSAയ്ക്ക് അപ്പുറം HSST എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ കൂടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇൻ കേസ് നമ്മളെ കണ്ണിൽ പെടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടെ ചോദിച്ചിരുന്നു, ഇതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പഠിച്ചു പഠിപ്പിക്കലിനപ്പുറം ഒരു കൂട്ടായ പരിശ്രമമാണ് ഇവിടെ ഏറ്റവും ആവശ്യം. നമ്മൾ സിലബസിലുള്ള കണ്ടൻറ്റ് പഠിപ്പിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു വിശദമായ വായനയും പഠനവും നമ്മൾ പണിയെടുക്കുക. ശരിക്കും നമ്മൾ പണിയെടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒരു ക്ലാസ് വന്നു, അത് കണ്ടു, തീർന്നില്ല. അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്, അത്തരത്തിലുള്ളൊരു ഏറ്റവും നല്ല പ്രിപ്പറേഷൻ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. കാൽപ്പനികതയിലേക്ക് വരുമ്പോൾ കവിത്രയം, ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും P. കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ
ഇടപ്പള്ളിയെ മുഴുവൻ ഫാക്ട്, ചങ്ങമ്പുഴ, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, വയലാർ, പി ഭാസ്കരൻ, ONV, ഇത്രയും പേരെ എടുത്തു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും പേരെ പഠിച്ചാൽ മതിയെന്നല്ല. കാരണം കാൽപ്പനികതയുടെ വക്താക്കൾ ഇവർ മാത്രമല്ല, കാൽപ്പനികതയിലുള്ള എല്ലാവരെയും പഠിക്കുന്നതോടൊപ്പം ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് പഠിക്കണമെന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് ആഖ്യാനത്തിൻ്റെ പുതുവഴികളാണ്. അതിൽ വരുമ്പോൾ NV കൃഷ്ണവാര്യരുണ്ട്, അയ്യപ്പ പണിക്കരുണ്ട്, M ഗോവിന്ദനുണ്ട്. എന്നിവരുടെയൊക്കെ നേതൃത്വം, ഉത്തരാധുനിക കവികളിൽ അവർ വരുത്തിയ സ്വാധീനം, ഇതെല്ലാമാണ് 6ാമത്തെ പാർട്ടിൽ വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നോവലിലേക്കും ചെറുകഥയിലേക്കും പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ BA MA ക്ലാസ്സുകളിൽ നമ്മൾ വെറുതെ ഒന്ന് നോവൽ ചെറുകഥയൊക്കെ വായിച്ച് അതിൻ്റെ ആശയം ഹൃദിസ്ഥമാക്കി പരീക്ഷ എഴുതിയതിനപ്പുറം ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പാണ് ലക്ഷ്മി, HSCയിൽ ഏറ്റവും ഡെഡിക്കേറ്റായിട്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ശരിക്കും നമ്മളിപ്പോൾ നിങ്ങളൊരു PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ PG കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് JRF എഴുതാനും അടുത്ത HSST ലെവൽ, അടുത്ത HSST പഠിക്കാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇതൊരു വർഷം ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ പഠിച്ച് നമ്മുടെ കൂടി ആത്മാർത്ഥമായ ഒരു വായനയും നോട്ടെഴുത്തും എല്ലാം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളതാണ്. ഒരു വർഷം ഫുള്ള് കിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ ടൈം വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് ഇയർ ലാസ്റ്റ് പോവില്ല, നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് പോകത്തില്ല, നെക്സ്റ്റ് ഇയർ ലാസ്റ്റ് എത്തൂല. ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു 3-4 മന്ത് കഴിഞ്ഞായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം, സിലബസിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ 2023 വന്ന സിലബസ് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിൽ 1-2 മൊഡ്യൂൾ ആഡഡ് ആവാം. ഇപ്പോൾ HSSTയിൽ സംഭവിച്ചതുപോലെ ഫുൾ അത് തന്നെയാണ്, അതൊന്നും പേടിക്കേണ്ട, പഠിച്ചതൊന്നും വേസ്റ്റ് ആകുന്നില്ല. പ്ലസ് 1-2 മൊഡ്യൂൾ അധികം കിട്ടും. അതും പേടിക്കൊന്നും വേണ്ട, കാരണം ആ മൊഡ്യൂൾ മാത്രം പിന്നെ നോക്കിയാൽ മതി എന്നുള്ളൊരിതാണ്. അപ്പോൾ അതും ഏറ്റവും ആവശ്യമുള്ള കാര്യമായിരിക്കും. ആ ഒരു നമ്മൾ പറയുക പരിശിഷ്ടമായി വരുന്നത്, അതിന് അവസാനം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് അതൊക്കെ. അപ്പോൾ അതുകൂടി ഒന്ന് അതും നമ്മളെ മൈൻഡിലിട്ടേക്കണം. സിലബസ് പാടേ മാറിപ്പോകുക എന്നുള്ളതല്ല, പഠിച്ച സിലബസ് പ്ലസ് അഡീഷണൽ 1-2 മൊഡ്യൂളുകൾ കൂടി, സിമ്പിളായിട്ടുള്ള മൊഡ്യൂളുകൾ കൂടി. അത് മിക്കവാറും ഒക്കെ മാധ്യമ പഠനം, അങ്ങനെ ദൃശ്യകലയായിട്ട് ബന്ധപ്പെട്ട് വരില്ല, മാധ്യമ പഠനം, സൈബർ സാഹിത്യം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരും. അത് ആ സമയം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതും കൂടി നമ്മളൊന്ന് അങ്ങനെ ഒരു കാര്യം കൂടി പ്രതീക്ഷിക്കണം. ഇനിയുള്ളത് ആദ്യകാല നോവൽ ചെറുകഥയാണ്. അതിൽ തന്നെ ആദ്യകാല നോവലുകൾ ചന്തുമേനോനിൽ തുടങ്ങി, ചെറുകഥയിലാണെങ്കിൽ വാസനാവികൃതിയിലൊക്കെ തുടങ്ങി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ആദ്യഘട്ടമാണ്, അതൊക്കെ നോക്കി 2ാം ഘട്ടത്തിലേക്ക് വരുമ്പം അത് ഘട്ടം ഘട്ടമായി തന്നെ അവയെ വിഭജിച്ചിട്ടുണ്ട്. തകഴി, കേശവദേവ്, ബഷീർ തുടങ്ങിയവരുടെ രചനകളിലേക്കും. 3ാം ഘട്ടത്തിൽ വരുമ്പോഴാണ് ഭാവുകത്വ വ്യതിയാനം, മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. രാജലക്ഷ്മി, MT, മാധവക്കുട്ടി, K. സുരേന്ദ്രൻ, നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, C. രാധാകൃഷ്ണൻ, NB മുഹമ്മദ്. നിങ്ങളിതൊന്ന് നോക്കണേ, നമ്മളീ പഠിക്കുന്ന കാര്യങ്ങളാണ് SCERTയിൽ കുട്ടികൾ പഠിക്കുന്നത്. അതായത് ഇവരെക്കുറിച്ച് നമ്മൾ ഏറ്റവും പഠിക്കാവുന്നതിൻ്റെ അപ്പുറം പഠിക്കും. ഇല്ല, ഡിസ്ക്രിപ്റ്റീവിന് ഒരു ചാൻസും നിലവിലില്ല, ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് ഒരു പേപ്പറും പോകില്ല എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ ഈ NB മുഹമ്മദ് ആയാലും K. സുരേന്ദ്രനായാലും നന്ദനാരും മലയാറ്റൂരിൻ്റെയൊക്കെ കൃതികളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിച്ച് പരീക്ഷയിൽ മികച്ച റാങ്ക് വാങ്ങി ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ച് നോ പ്രോബ്ലം, ക്ലാസ്സൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ആധുനിക ഘട്ടത്തിലേക്ക് വരുമ്പോഴോ അസ്തിത്വ അന്വേഷകരുടെ കാലമാണ്, അല്ലേ? അഹംബോധത്തിൻ്റെയും അസ്തിത്വവാദത്തിൻ്റെയും ചിന്ത. അവിടെയാണ് OV വിജയനും ആനന്ദും M മുകുന്ദനും ഒക്കെ. കാൽപ്പനിക അംശങ്ങൾക്കപ്പുറം നമ്മൾ കാണുന്നത് അസ്തിത്വബോധ റിയാലിറ്റിയിലേക്കാണ് ഇവരുടെ രചനകളിലേക്ക് കടന്നു പോകുമ്പോൾ. ഉത്തരാധുനിക ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ആഗോളവൽക്കരണം, പരിസ്ഥിതിവാദം, ദളിത് വാദം, സ്ത്രീവാദം, സൈബർ കേന്ദ്രീകൃതമായ നോവലുകൾ, സൈബർ സാഹിത്യമൊക്കെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതും ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി ചെറുകഥയിലെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ നോവൽ എങ്ങനെ വന്നോ അതേ മെത്തേഡിൽ ചെറുകഥയും വരും. ഓക്കെ, ചെറുകഥ, ആദ്യഘട്ടം, ആദ്യകാല കഥകൾ. അത് ഞാൻ ഒരു
പേജ് ആയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ചെറുകഥയുടെ ആധുനിക ഘട്ടത്തിൽ പ്രാചീന ഘട്ടത്തിൽ, അതായത് ചെറുകഥയുടെ ആദ്യഘട്ടത്തിൽ നോവൽ എങ്ങനെ വന്നോ അതുപോലെ ആദ്യഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, ആധുനിക ഘട്ടം, ഉത്തരാധുനിക ചെറുകഥ, ആ രീതിയിൽ തന്നെ ചെറുകഥയും അതേ രീതിയിൽ വരും. പിന്നെ വരുന്നത് ഗദ്യസാഹിത്യത്തിലെ ആത്മകഥയും ജീവചരിത്രവും സഞ്ചാര സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും ഒക്കെയാണ്. LP UP പഠിച്ചവർക്കറിയാം. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒരു ചെറിയൊരു മൊഡ്യൂളായാണ് പഠിച്ചു പോയതെങ്കിൽ ഇവിടെ ഗദ്യത്തിൻ്റെ വളർച്ചയുടെ ഭിന്ന തലങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയരായവരുടെ ആത്മകഥകൾ വേണം. അതങ്ങനെ തന്നെ ചോദിക്കും, ഇന്ന ആളിൻ്റെ ആത്മകഥ ഏതെന്ന് തന്നെ ചോദിക്കും. പിന്നെ തർജ്ജമകൾ വല്ലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലാല യൂസഫ്സായിയുടെ ഐ ആം മലാല ആണ്, ഞാൻ മലാല എന്ന പേരിൽ PV ആൽബിയും VK ഉണ്ണികൃഷ്ണനും ഒക്കെ പരിഭാഷപ്പെടുത്തിയത്. അത്തരത്തിൽ പ്രശസ്തമായ ചില ആത്മകഥകളുടെ വിവർത്തനം വരും. കേരളീയരുടെ ആത്മകഥകൾ, പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ. ഇപ്പോൾ KK കൊച്ചിൻ്റെ ഏതിര് എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായ ദളിത് വിഭാഗത്തിൻ്റെ അവരുടെയാണ് ഈ ആത്മകഥ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആത്മകഥ സാഹിത്യത്തിലെ ഡിഫറൻറ്റ് ഏരിയകളിലേക്ക്. ഇനി ജീവചരിത്രത്തിലാണെങ്കിൽ UP എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷേ ആ നോട്ട് വെച്ചാണ് എനിക്ക് സെറ്റ് കിട്ടിയത്. ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഓക്കെ, സെറ്റൊക്കെ ക്രാക്ക് ചെയ്തു, വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും സെറ്റ് ഒരു യോഗ്യതയാവുകയാണെങ്കിൽ ലക്ഷ്മിക്ക് പേടിക്കേണ്ട. നിലവിൽ നമുക്ക് കേട്ടിട്ട് 3 മതിയാവും. പക്ഷേ അതുകൂടി ഇപ്പോൾ ഉള്ളവരാണെങ്കിലും ജസ്റ്റ് നോട്ടിഫിക്കേഷന് മുമ്പൊക്കെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രാക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ എവിടെയും എന്തും നമ്മൾ ആർജിക്കുന്ന ഒരു അറിവ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അത് പ്ലസ് പോയിൻ്റ് ആവും എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, HSIയുടെ പരീക്ഷ എഴുതി മികച്ച റാങ്കിൽ വന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് HSST എഴുതിയെടുത്ത് കയറാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമ്മളെ പഠനം എവിടെയാണോ ആത്മാർത്ഥമാകുന്നത് അത് ഒരിടത്തല്ലെങ്കിൽ അടുത്തൊരിടത്ത് നമുക്കത് ഫലം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് പഠിച്ചതുപോലെ ഒരു UP പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിൽ സെറ്റ് പോലുള്ളൊരു പരീക്ഷ എളുപ്പമല്ല. മലയാള സാഹിത്യത്തിലൊരു സെറ്റ് നേടുക അല്ലെങ്കിൽ ഒരു നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള, പുറത്ത് നോക്കുന്നവർക്ക് എളുപ്പമായിട്ട് തോന്നും മലയാളം വലിയ എളുപ്പം. പക്ഷേ നമുക്കറിയാം അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ. അപ്പോൾ അത് അത്രത്തോളം ഭാഷയിൽ മികച്ച ഇതുണ്ടെങ്കിൽ മാത്രമേ, പിടിപാടുണ്ടെങ്കിലേ സെറ്റ് നെറ്റും ഒക്കെ പാസ്സായി ഒരാൾക്ക് ഈവൻ നമുക്ക് PG പോലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് പണിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ പഠനവും നമുക്ക് അടുത്ത ചവിട്ടുപടി തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ജീവചരിത്രമാണെങ്കിൽ ലക്ഷണം, വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം, അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇത് തന്നെയാണ്. ദളിത് മുന്നേറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇനി സഞ്ചാര സാഹിത്യം, ആദ്യകാല സഞ്ചാരികൾ, യാത്രാക്കുറിപ്പ്, ഇത് ഇവിടെ നിൽക്കത്തില്ല. ഇത് ആ വർത്തമാന പുസ്തകം മുതൽ ഹോർത്തൂസ് മലബാറിക്കസ് മുതൽ അവിടം തൊട്ട് സംക്ഷേപ വേദാർത്ഥം തൊട്ടൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അവിടം തൊട്ടേ നമ്മളല്ലാതെ വെറുതെ കുറച്ച് സഞ്ചാര സാഹിത്യ കൃതികൾ പഠിച്ചാൽ തീരില്ല. നല്ലൊരു യാത്ര തന്നെയായിരിക്കും അത്. ഇനി വൈജ്ഞാനിക സാഹിത്യം, വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആവിഷ്കാരം, വൈദ്യം, ജ്യോതിഷം, കണ്ടോ ഏരിയ തിരിച്ചു പറയുന്നുണ്ട്. വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി എന്നീ രംഗങ്ങൾ മുതൽ വിവരസാങ്കേതിക തലം AI ഒക്കെ കയറി വരും. വരെയുള്ള വൈജ്ഞാനിക സാഹിത്യ കൃതികൾ വല്ലതും എഴുതിയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഇപ്പോൾ മധുരം ഗായതി എന്ന് പറഞ്ഞിട്ട് OV വിജയൻ്റെ ഒരു കഥയുണ്ട്, മധുരം ഗായതി. ഇതിനകത്ത് ശരിക്കും ഇക്കോളജിയും മിത്തോളജിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ്. ഒരു പറക്കുന്ന ആൽമരത്തെ പ്രണയിക്കുന്ന വനകന്യക. അതിനകത്ത് അതൊരു ശരിക്കും പറഞ്ഞാൽ അത് പരിസ്ഥിതി സാഹിത്യമാണോ എന്ന് വെച്ചാൽ പരിസ്ഥിതി സാഹിത്യമല്ല, വൈജ്ഞാനികമാണോ എന്ന് വെച്ചാൽ വൈജ്ഞാനികമല്ല. പക്ഷേ അവിടെ എക്കോളജിയും മിത്തോളജിയും കൂടി അദ്ദേഹം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു രചനയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പരാമർശമാക്കിക്കൊണ്ട് രസകരമാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്, സാഹിത്യത്തിലുണ്ടായ പുതിയ രീതികൾ പരിചയപ്പെടുന്നത് ഒക്കെ. ഗണിത രംഗത്ത്, കൃഷി രംഗത്ത്, തച്ചുശാസ്ത്രത്തിൽ, ഇതെല്ലാം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എല്ലാവരും പറയും മലയാളം കാലഹരണപ്പെട്ടത് അല്ല. വൈദ്യരംഗത്തുണ്ടായ കൃതികളും ജ്യോതിഷവും ഒക്കെ പുതിയ പുതിയ അറിവുകൾ നൽകുന്ന വൈജ്ഞാനിക സാഹിത്യ മേഖലകൾ. അപ്പോൾ ഇനി അടുത്ത് 5ലേക്ക് വരുമ്പോൾ 4-3 മൊഡ്യൂളും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സിങ് ആണ്, സോറി. അപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഞാനിത് ആഡ് ചെയ്തതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, സാരമില്ല. 5ലേക്ക് വരുമ്പോൾ ഭാഷാശാസ്ത്രവും ഭാഷാ ചരിത്രവും വ്യാകരണവും. വിസ്മയയ്ക്ക് പ്രിൻറ്റഡ് ഉണ്ടാവുമല്ലോ അല്ലേ കയ്യിൽ?
അപ്പോൾ അത് നോക്കിയാൽ മതി. അടുത്ത മൊഡ്യൂളിൻ്റെ കാര്യം നമുക്ക് അതിൽ നിന്ന് എടുക്കാം. 4 കുഴപ്പമില്ല, ഓരോ മൊഡ്യൂളുകളായി പഠിച്ചല്ലേ പോകുന്നത്. ഇനി ഭാഷാശാസ്ത്രത്തിലേക്ക് വരുമ്പം കയ്യിലുള്ള മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇപ്പോൾ ഭാഷാശാസ്ത്രവും ഭാഷാചരിത്രവും വ്യാകരണവും എന്ന് പറയുന്ന വിഭാഗമാണ്. അവയിൽ ഭാഷയെക്കുറിച്ചുള്ള നിർവചനമാണ് വരുന്നത്. ആദ്യ HSC ആണല്ലേ നവ്യേ? നമുക്ക് തന്നെ പിടിക്കണം, ആദ്യത്തേത് തന്നെ എങ്ങും പിടിക്കണം. അതെ, അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള നിർവചനം നമ്മൾ ഫോണറ്റിക്സ് മുതൽ ആ ഒരു പിന്നെ സ്വനിമം, രൂപിമം, വാക്യം, അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ ഒക്കെയാണ്. ഹായ് ബിന്ദു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ. ഇനി മലയാള ഭാഷയുടെ ഉൽപ്പത്തി വികാസങ്ങൾ, ഘട്ടവിഭജനമൊക്കെ ഇല്ലേ, അത് ഓരോ ഘട്ടത്തിലും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, അതിൽ ആ ഒരു ഘട്ടത്തെ പിന്തുണയ്ക്കുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇളംകുളത്തിൻ്റെയും പിന്നെ ഡോക്ടർ KM ജോർജും P ഗോവിന്ദപിള്ളയും ആറ്റൂരും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഉള്ളൂരൊരു ഭാഷാ സാഹിത്യ ഭാഷാ ശാസ്ത്രജ്ഞൻ കൂടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അക്ഷരമാലയാണ്. അതിൽ ശബ്ദവിഭാഗം, നാമവിഭാഗം, കൃതിവിഭാഗം, ഭേദകം, വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള പഠനം. കൂടുതലും സാഹിത്യ സംബന്ധിയായ കാര്യങ്ങൾ ഞാനാണ്. ഈ മൊഡ്യൂളുകളൊക്കെ വരുമ്പോൾ വിഷ്ണു സാറാണ്. ഏതെങ്കിലും ഒരു മൊഡ്യൂളുകൾ അധികമായി നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അധിക ക്ലാസ്സുകൾ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതിനപ്പുറം. ഇപ്പോൾ വ്യാകരണമൊക്കെ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ വ്യാകരണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകും. ഈ ഭാഷാശാസ്ത്രം കൂടാതെ തന്നെ എന്തുകൂടെ ഉണ്ടാവും, നമുക്ക് വ്യാകരണത്തിൻ്റെ വിവിധ മേഖലകളിലേക്കും കൂടി അതിൻ്റെ ഡീപ്പ് വശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് ഇതിനകത്ത് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ 13 സ്ലൈഡ് ചെയ്തിട്ടതാണ്, അത് അവസാനം ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് കയറിയതാണ്. BA MA വരെ സബ്ജക്റ്റ് ആയാൽ കുഴപ്പം ഉണ്ടാവോ? BA MA വേറെ സബ്ജക്റ്റ്, ഇതിൽ കൺസേൺ സബ്ജക്റ്റിൽ B.Ed എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ BAക്ക് മലയാളമായിരുന്നു. 3ാമത്തെ ഗദ്യസാഹിത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ചെറുകഥ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. 2ൻ്റെ ചെറുകഥ ആദ്യ ഘട്ടം ഞാൻ പറഞ്ഞത് തന്നെ, നവോത്ഥാന ഘട്ടം, പിന്നെ കാൽപ്പനിക ഘട്ടം, ആധുനിക ഘട്ടം, ആധുനികോത്തരം തുടങ്ങിയ കാര്യങ്ങളാണ് ചെറുകഥയിൽ വരുന്നത്. ഇപ്പോൾ സെറ്റായില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഗദ്യസാഹിത്യത്തിൽ സഞ്ചാര സാഹിത്യവും 4 വൈജ്ഞാനിക സാഹിത്യം വരെയുള്ളൂ. 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മിസ്സായത് നിരൂപണമാണ്. 5 നിരൂപണ സാഹിത്യമാണ്, നിരൂപണമാണ് വരുന്നത്. അതിൽ മലയാള സാഹിത്യ വിമർശനവും വേണം, പാശ്ചാത്യ സാഹിത്യ വിമർശനവും വേണം. ഈ പാശ്ചാത്യ സാഹിത്യ വിമർശനത്തോടൊപ്പം തന്നെ സിദ്ധാന്തങ്ങൾ കൂടിയുണ്ട്, ഓരോരുത്തരുടെ സിദ്ധാന്തം. ഇതിനകത്താണ് രാജശേഖരനും, ഓർമ്മ വരുന്നുണ്ടോ, അഭിനവഗുപ്തനും ആനന്ദവർദ്ധനനും, പിന്നെന്താണ് ധ്വന്യാലോകവും ധ്വനി സിദ്ധാന്തവും രീതി സിദ്ധാന്തവും പണ്ട് പഠിച്ച ഓർമ്മ വരുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെ വരുന്നത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിലാണ്. പിന്നെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെയുള്ള പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവും അവരുടെ വിമർശനങ്ങളുമാണ് കുറച്ച് പിന്നെ ശ്രദ്ധ അധികം കൊടുക്കേണ്ടുന്ന. കാരണം HSA പാർട്ട് ടൈം HSAക്കൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നൊരു മേഖലയാണ് ഈ 5ാമത്തെ മൊഡ്യൂള്. നിരൂപണവും സിദ്ധാന്തവും, ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങളാണ്. നമ്മുടെ ലൊല്ലൊടനെയൊക്കെ ഓർമ്മയുണ്ടോ, ഭട്ടലൊല്ലൊടനൊക്കെ? അപ്പോൾ അതൊക്കെ അത്തരം കാര്യങ്ങളാണ് ഇത് വരുന്നത്. പിന്നെയുള്ളത് നിരൂപണം, 5 നിരൂപണമാണ്. 6ലേക്കാണ് ഭാഷാശാസ്ത്രം വരുന്നത്, ഭാഷാചരിത്രവും വ്യാകരണവും വരുന്നത്. അതിനകത്ത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഭാഷാശാസ്ത്രം വ്യാകരണത്തിൽ 3 കാര്യങ്ങൾ. ഇതിനകത്ത് വ്യാകരണം ഫുള്ള് വരും. മാറിപ്പോകുന്നതൊക്കെ അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാശ്ചാത്യവും പൗരസ്ത്യവും തമ്മിൽ മാറും. അതിനെന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ട് ധാരാളം MCQ ചെയ്യും. അതിൻ്റെ MCQ അങ്ങ് ധാരാളം അത് ചെയ്താൽ മതി. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവും ഒക്കെ നമ്മൾ ആ MCQ ലെവലിലോട്ട് കടന്നു പോകുമ്പം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാവും. പിന്നെയുള്ളത് മാധ്യമ പഠനമാണ്. മാധ്യമ പഠനം അച്ചടി മാധ്യമം മുതൽ സൈബർ ഡിജിറ്റൽ മാധ്യമം വരെ, ഡിജിറ്റൽ മീഡിയ വരെ നമുക്ക് വേണം. അതിനകത്ത് 6ാമത്തെ മൊഡ്യൂളിൽ അച്ചടി, റേഡിയോ, ടെലിവിഷൻ, പത്രമാസികകൾ, റേഡിയോ പ്രക്ഷേപണ ചരിത്രം, റേഡിയോ ജേർണലിസം, ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഇതൊക്കെ വിഷ്ണു സാറായിരിക്കും എടുക്കുന്നത്. മൊഡ്യൂൾ തിരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾ സാർ എടുക്കുമെന്നും ഏത് മൊഡ്യൂൾ ഞാൻ എടുക്കുമെന്നും പറയാം. പിന്നെയുള്ളത് 7ൽ വരുമ്പം സംസ്കാര പഠനമാണ്. ദൃശ്യകലയ്ക്കൊക്കെ മാധ്യമ പഠനം കഴിഞ്ഞ് 7 മിസ്സിംഗ് ആണ് അല്ലേ. യെസ്, 7ലേക്ക് വരുമ്പം ദൃശ്യകലയാണ്. 7
ദൃശ്യകലയാണ്. ദൃശ്യകലയ്ക്കകത്ത് ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ, ഇതൊക്കെ ദൃശ്യകലയ്ക്കകത്ത്. ആട്ടക്കഥയെക്കുറിച്ച് വിശദമായി പഠിക്കണം. തുള്ളൽ, അതുപോലെ നാടകം, അതിൽ നാടകത്തിൽ തന്നെ തർജ്ജമ നാടകങ്ങളും സംഗീത നാടകങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും സാമൂഹിക നാടകങ്ങളും സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. നവീന സങ്കല്പങ്ങളിൽ ഇസങ്ങളിലേക്ക് ഇബ്സനിസം ഒക്കെ വേണം നമുക്ക്. അതുപോലെ ഇംപ്രഷനിസ്റ്റ് നാടകം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തനത് നാടക സങ്കല്പം, ഇവയൊക്കെയാണ് നാടകത്തിൽ വരുന്നത്. സിനിമയാണെങ്കിൽ അതിൻ്റെ വളർച്ചയും വികാസഘട്ടങ്ങളും എല്ലാം വേണം. പിന്നെ വരുന്നത് സാംസ്കാരിക പഠനം. അതിൽ കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവുമാണ്. ഇതിൽ മലയാള ഭാഷയുടെ വികാസ പരിണാമം, സാംസ്കാരിക മേഖലയിലുള്ള കേരളത്തിൻ്റെ മുന്നേറ്റം, പാശ്ചാത്യ അധിനിവേശങ്ങൾ, ഡച്ചുകാരുടെയും പോർട്ടുഗീസുകാരുടെയും ഒക്കെ വരവ്, ഓരോ യുദ്ധങ്ങൾ, ഇവിടെ നടന്ന ഓരോ യുദ്ധങ്ങൾ, പിന്നെ നവോത്ഥാനവും ജനകീയ മുന്നേറ്റം, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, അവരുടെയൊക്കെ ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, ഇവരുടെയൊക്കെ വരവ്, അവരൊക്കെ ചെലുത്തിയ സ്വാധീനം, ഭാഷാശാസ്ത്രം ഉണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് ഭാഷാശാസ്ത്രവും ഭാഷാചരിത്രവും വ്യാകരണവും 5ാമത്തെ മൊഡ്യൂള്. ഓക്കെ, പറയാമേ. ഇനി നോട്ടിൻ്റെ കാര്യമൊക്കെ ഞാനിപ്പോൾ പറയാം, ഒന്ന് സിലബസ് തീർത്തിട്ട്. ഇനി ഫോക്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളിത് മാത്രം പോരാ. ഇവിടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിലും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് BA മലയാളത്തിൻ്റെ നമുക്ക് സെക്കൻഡായിട്ട് നമ്മൾ സബ്സിഡിയറി സബ്ജക്ട്സ് ആയിട്ട് കേരള ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ. അതിനകത്ത് ഉള്ള മടലേറൽ, വടക്കിരിക്കൽ, കറുപ്പ്, കളവ് തുടങ്ങിയ പഴയ കുറേ സംഘകാല കൃതികളൊക്കെ ഇതിൻ്റെ കൂടെ വരും. കേരള സംസ്കാരം എന്ന് പറയുവാണെങ്കിൽ തമിഴ് സാഹിത്യം നമ്മളിൽ ചെലുത്തിയ സ്വാധീനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പാശ്ചാത്യ അധിനിവേശത്തിന് കൂടാതെ തന്നെ സാഹിത്യത്തിലുള്ള അധിനിവേശങ്ങൾ, സാഹിത്യത്തിലുള്ള കടന്നുവരവ്, അതൊക്കെ വേണം. തിരുക്കുറൽ, തൊൽക്കാപ്പിയം, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കേണ്ടി വരും. പിന്നെ ചിലപ്പതികാരം, ഇങ്ങനെയുള്ള പഴയ കൃതി, സംഘകാല കൃതികളെക്കുറിച്ച്, സംഘകാല ദേവതകളൊക്കെ ഇതിനകത്ത് കടന്നു വരും, കൊറ്റവൈ, അവരെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പഠിച്ച് ഇങ്ങോട്ട് വരണം. പിന്നെ ഫോക്ലോറാണ്. അതിൽ സപ്നിയും സവിശേഷതയും, ഫോക്ലോറിൻ്റെ ധർമ്മം, ഫോക്ലോർ ജനുസുകൾ, അതായത് നാടോടി സാഹിത്യത്തിന് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആ ലക്ഷ്മി, അതിൽ അകത്തിട്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ സാംസ്കാരിക പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിൻ്റെ പങ്ക്, കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഒരു HSST നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇതിൽ മാക്സിമം എല്ലാ പോയിന്റും ഉൾപ്പെടുത്തും. കാരണം ഇവർ സിലബസിൽ തന്നെ പറയുന്നത് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ഇവിടെ വെറുതെ കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ട് സംഘകാല കൃതികളായിരിക്കും ചോദ്യത്തിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ HSST നമ്മൾ സൈലം ബാച്ച് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഫുൾ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്തൂടെ പഠിച്ചു പോകുന്നത്. ഇത്രയാണ് നമ്മളെ സിലബസ്. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് 1 hour-ആണ്, അതിൽ ഒരു 55 minute ഒക്കെ ആയിരിക്കും ക്ലാസ്. ലൈവ് ക്ലാസ് തന്നെയാണ്. ഇനി ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, ആദ്യം ഒരു ഓൺലൈൻ ബാച്ച് ആദ്യം എടുത്തവരുണ്ടാവും. അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഒരു HSA പോലുള്ള ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ചപ്പോൾ, പക്ഷേ ഞാൻ പറയും ഏറ്റവും ക്രിസ്പി ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കാര്യങ്ങൾ പെട്ടെന്ന് എത്താനും വീട്ടിലിരുന്ന് അത് പഠിച്ച് തീർക്കാനും സമയക്രമം പാലിക്കാനും ഒക്കെ ഓൺലൈൻ ക്ലാസ് ഏറ്റവും ബെനിഫിറ്റാണ്. നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്ന് പറയുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റുമെങ്കിൽ കാണുക. ലൈവിൽ കുറച്ചുകൂടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് കുറച്ചുകൂടി സാധ്യമാവും. അപ്പോൾ ഉള്ള ഡൗട്ട് ചോദിക്കാൻ പറ്റും. ഇനി ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്, അധികം ക്ലാസ് അല്ല, 2-3 ക്ലാസ്സല്ലേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ ആ ലെവലിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ അടിയിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, ഇതിങ്ങനെ അല്ലേ. ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസ്സിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്നിരിക്കുക, ഒരു വർഷമോ അല്ലെങ്കിൽ ഒരാളിൻ്റെ പേരോ ഒരു കൃതിയോ ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്താൽ അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതിങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷൻ വന്ന് നോക്കും, എന്താണ് ഈ കുട്ടിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന സംശയങ്ങളൊക്കെ കമൻസായിട്ട് നിങ്ങൾക്ക് അവിടെ ഇടാം. അത് നമ്മൾ കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ അതിന് റിപ്ലൈ തരികയോ അവിടെ നമുക്ക് റിപ്ലൈ തരികയോ ഒക്കെ ചെയ്യും. ആപ്പിൻ്റെ അകത്ത് ക്ലാസ് അവിടെ വന്ന് കിടക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ക്ലാസ് കാണാം. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ടിന് ആളുണ്ട്. ഒരു മെൻറ്റർ ഇവിടെയുണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന മെൻറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക്, മീൻസ് ഓരോ സബ്ജക്റ്റ് വൈസ് സംശയം അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒരു എക്സാം നടത്താമോ, അല്ലെങ്കിൽ ആ ദിവസം ഇപ്പം നമ്മൾക്കൊരു 100-200 കുട്ടികൾ ഒരു ബാച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാം, അത്യാവശ്യ കാര്യമാണ്, എക്സാം
അടുത്ത ദിവസത്തേക്ക് മാറ്റി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു വലിയൊരു പൊതുധാര പരീക്ഷയുണ്ട്, അന്ന് മോക്ക് ടെസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ അതിന് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റർ അടുത്ത് സംസാരിക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സൈലം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സൈലം ലേണിംഗ് ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അത് ഞാൻ പറയും, നിങ്ങളൊരു അധ്യാപകരായി പോയാലും പേടിപ്പിച്ച് മാറ്റി നിർത്തി അങ്ങനെ നമ്മൾ പഠിക്കുന്നതിലപ്പുറം ചേർത്ത് നിർത്തി പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ ഒരു പേടി മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടുന്നത്. അല്ലേ, നമ്മളൊക്കെ ചിലപ്പോൾ ഐച്ഛിക വിഷയം മലയാളം എടുത്തു വന്നത് തന്നെ അധ്യാപകരോടുള്ളൊരു സ്നേഹം കൊണ്ടുകൂടിയൊക്കെ ആയിരിക്കും, അധ്യാപകരോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയായിരിക്കും ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നതും പഠിക്കുന്നതും റാങ്ക് മേടിക്കുന്നതും ഒക്കെ. അപ്പം ഈ ലൈവ് ഇവിടെ അവൈലബിൾ. നിങ്ങളുടെ കോഴ്സ് വാലിഡിറ്റി 1 വർഷം പറയുവാണെങ്കിൽ ആ 1 വർഷം വരെ ഈ ക്ലാസ് അവിടെ കിടക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാമെന്നുള്ളതാണ്. ഈ ക്ലാസ് ലൈവിൽ കയറാത്ത കുട്ടിക്ക് റെക്കോർഡ് ക്ലാസ് കോഴ്സ് വാലിഡിറ്റി വരെ അവിടെ കിടക്കും എന്നുള്ളതാണ്. ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിയുമ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഈ നോട്ട് നിങ്ങൾക്ക് വിത്ത് അനോട്ടേഷൻ ആൻഡ് വിത്തൗട്ട് അനോട്ടേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും അഡീഷണൽ എഴുതി ചേർക്കൂലേ, അത് വിത്ത് അനോട്ടേഷൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെ എഴുതി ചേർക്കുന്നതൊന്നും വേണ്ട, അത് ക്ലാസ്സിൽ ഞങ്ങൾ കണ്ടോളാം, ഞങ്ങൾക്കൊരു പ്രിൻ്റഡ് നോട്ട് മാത്രം മതി, അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് അനോട്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം കുറേ. പക്ഷെ നമുക്ക് എപ്പോഴും ഈ എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് എഴുതി വയ്ക്കുന്നതാണ് നല്ലത്. എഴുതുമ്പം കുറച്ചുകൂടി അതിലേക്ക് ആശയത്തിലേക്ക് ഒന്ന് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് കുറച്ചുകൂടി എഴുതുമ്പോൾ മനസ്സിലേക്ക് വരും. എക്സാംസൊക്കെ നമ്മൾ ക്ലാസ്സിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഒരു മൊഡ്യൂളിലെ പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന അതെനിക്കൊരു 10 ക്ലാസ്സായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ട് പ്രസ്ഥാനം തുടങ്ങി, അതായത് രാമചരിതം തുടങ്ങിയിട്ടില്ല, പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണ ലീലാതിലകത്തിൽ ഊന്നി നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ എനിക്ക് 10 മണിക്കൂർ വേണം. അപ്പോൾ ആ 10 മണിക്കൂറിൽ ഞാൻ പഠിപ്പിക്കുന്നത് 3-4 പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകും. ക്ലാസ്സിൽ വെച്ച് ലൈവ് പരീക്ഷയായിരിക്കും ഞാൻ നടത്തുന്നത്. മെൻറ്റർ നടത്തുന്ന വീക്കിലി എക്സാം വേറെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു 3 ക്ലാസ്, അറ്റ്ലീസ്റ്റ് 3 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 3 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു എക്സാം ക്ലാസ്സിലുണ്ടാവും. അത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ പോളായിട്ടോ ലൈവായിട്ടോ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് പോളിനോട് വലിയ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊന്ന് വായിച്ച് ഒരു ബുക്കിലോട്ടൊക്കെ എഴുതി ആൻസർ ABC എന്ന് പെട്ടെന്ന് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ കണ്ടൻറ്റ് നമ്മളെ മനസ്സിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് അതിലൂടെ തന്നെ കടന്നു പോകും. അപ്പോൾ ഈ 10 ക്ലാസ് ആകുമ്പം പാട്ടിൻ്റെ ലക്ഷണം എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു സംഭവം അങ്ങ് തീരുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ പാട്ടിൻ്റെ ലക്ഷണത്തിൽ കഴിഞ്ഞ HSA പരീക്ഷകളിലോ കഴിഞ്ഞ UP പരീക്ഷയിലോ കഴിഞ്ഞ HSST പരീക്ഷയിലോ ഏതെങ്കിലുമൊക്കെ ചോദ്യം എങ്ങനെ വരാതിരിക്കില്ലല്ലോ, വന്നിട്ടുണ്ടാവും. അതെങ്ങനെയായിരിക്കും ചോദിച്ചത്? പാട്ടിൻ്റെ ലക്ഷണത്തിൽ ലീലാതിലകത്തിലെ ഏതെങ്കിലും അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ ചോദിച്ചത്? അല്ലെങ്കിൽ ആരെങ്കിലും ലീലാതിലകത്തിന് വേറെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ കൂടി നോക്കി പോകുമ്പോൾ അവിടെ അങ്ങ് സെറ്റാവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നോട്ട് പ്രിൻ്റ് എടുത്ത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾക്ക് അധ്യാപകരായി പോകുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാം. അടുത്ത നെറ്റ് പരീക്ഷ പാസ്സാകണം, ഒരു കോളേജ് ലെക്ചർ പരീക്ഷയിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പ്രിൻ്റായിട്ട് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഹാർഡ് കോപ്പി ആയിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നോട്ട് അല്ലാതെ ഡൗൺലോഡ് ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോമൺ ഗ്രൂപ്പാണുള്ളത്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, രണ്ടിലേതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക്. കാരണം അവിടെ ഒരു പൊതു ഇടമാണ്, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് മെൻറ്ററിൻ്റെ കൈവശമുണ്ട്. ആ മെൻറ്ററിനോട് നിങ്ങൾക്ക് എപ്പം എന്തുവേണമെങ്കിലും ഓഫീസ് ടൈമിൽ വിളിച്ച് സംസാരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് മാത്രം കേൾക്കുന്നവരാകരുത്. നിങ്ങൾക്കും കൂടിയുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടിയുള്ള ഒരു നിർദ്ദേശമാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പം നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്ന കുട്ടികളെ നമ്മൾ ഒരിക്കലും കോർണറൈസ് ചെയ്ത് മാറ്റി നിർത്തരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്ത് മെൻറ്ററും ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പം 2 ടീച്ചേഴ്സല്ലേ ഉള്ളൂ മലയാളത്തിന്. അപ്പം ഞാനും വിഷ്ണു സാറും പിന്നെ നിങ്ങളുടെ മെൻറ്റർ നിങ്ങളുമായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഒരു പേഴ്സണൽ വേണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടി എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കുട്ടിക്ക് വ്യക്തിപരമായി അധ്യാപകരുടെ അടുത്തുള്ള ദേഷ്യമല്ല. അപ്പോൾ എപ്പോഴും കുട്ടിയുടെ ആശങ്കയാണ് ക്രിറ്റിസിസമായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് ആസ് എ ടീച്ചർ നമ്മളത് എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. ഒരു കുട്ടിയും ഒരിക്കലും ഒരു ടീച്ചർ
ടീച്ചറിനെയും വ്യക്തിപരമായി എന്ത് ചെയ്യില്ല, ക്രിട്ടിസൈസ് ചെയ്യില്ല. കുട്ടി ക്രിറ്റിസിസം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെയോ അവളുടെയോ ആശങ്കയായിരിക്കും. ആ ആശങ്ക ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മൾ കുട്ടിയെ അംഗീകരിക്കുന്നത്, നമ്മൾ നല്ല അധ്യാപകരായി മാറുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയാം. നമ്മുടെ ഈ ലൈവിൽ വരുമ്പം അറിയിക്കാം, മെൻറ്ററിനോട് പറയാം, അയ്യോ മിസ്സ് ചെറുകഥ പഠിപ്പിച്ച് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിലൊന്ന് റിപ്പീറ്റ് അടിക്കണേ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ മിസ്സാവാതിരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലല്ല, നോട്ടൊക്കെ ഇവിടെയാണ്. ഈ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ എടുക്കുന്നതിൻ്റെ നോട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ ശീതള, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് പൈസ നമ്മൾ പേ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. ടെലഗ്രാം എന്ന് പറയുമ്പോൾ പല ടീച്ചേഴ്സിൻ്റെയും ടെലഗ്രാം ചാനൽസിലൊക്കെ പുറത്തുള്ള കുട്ടികളുണ്ട്. ഒരിക്കലും ക്ലാസ്സിലെടുക്കുന്ന ഒരു കണ്ടൻറ്റ് നമ്മൾ ടെലഗ്രാമിൽ തരില്ല. അപ്പോൾ എന്താണ്, വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ മെൻറ്റേഴ്സ് തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളും ഉണ്ടാവുള്ളൂ, പുറത്തുള്ള ആരും ഉണ്ടാവില്ല. നമ്മൾ സൈലം HSS സ്റ്റുഡൻസും നിങ്ങളുടെ മെൻറ്റേഴ്സും പിന്നെ നിങ്ങളുടെ അധ്യാപകർ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻസ് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അത് റിപ്പീറ്റ് ചെയ്യില്ല. ആ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സായിട്ട് അവിടെ ഉണ്ടാവും, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഏതെങ്കിലും ഇപ്പം തുടർച്ചയായിട്ട് നമ്മളിപ്പം അസുഖമൊക്കെ വരുന്നവരായിരിക്കും, അപ്പോൾ തുടർച്ചയായിട്ട് 4-5 ക്ലാസ് കാണാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളടുത്ത് അത് ഇൻഫോം ചെയ്യണം, പറ്റിയില്ല അടുത്ത ക്ലാസ്. അപ്പോൾ പഠിച്ചു കയറാനുള്ള സമയം തന്ന് നിങ്ങൾക്ക് അടുത്ത് വീണ്ടും നമ്മൾ മോക്ക് ടെസ്റ്റ് സെയിം കണ്ടക്ട് ചെയ്തൊക്കെ തരും. അത് നമുക്കിവിടെ ഒരു കാര്യങ്ങൾക്കും ഇതൊന്നുമില്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് റാങ്കിൽ വരണമെന്നേ ഉള്ളൂ, മികച്ച റാങ്ക് നേടി ജോലിയിലേക്ക് പോകണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ കണ്ടൻറ്റ് പഠിച്ചു പോകാം. പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിന് പോകാം. ഇന്ന് നമ്മൾ സിലബസ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ബൈ.